വടകര നഗരസഭ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യകം പദ്ധതിയിൽ ഉൾപ്പെടുത്തി GVHSS വടകരയിൽ നിർമ്മിച്ച സെമിനാർ ഹാളിന്റെയും സ്റ്റെം ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യകം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ GVHSS വടകരയിൽ നിർമ്മിച്ച സെമിനാർ ഹാളിന്റെയും സ്റ്റെം ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. വിവിധങ്ങളായ പദ്ധതികൾ ഇപ്പോൾ കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് വടകര ജില്ലാ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 83 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ളൊരു അനുമതി കിട്ടുന്നതിൻ്റെ വൈകിയത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പണി താമസിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് ആ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റിയാൽ നമുക്ക് വടകരയിലെ ഏറ്റവും വലിയ കെട്ടിടം ഏകദേശം 5 നിലകളിലായാണ് കെട്ടിടം പണിയാൻ പോകും. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ആശുപത്രി കെട്ടിടം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഇന്ന് സ്കൂളിന് നമ്മൾ 82 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ന്യൂനപക്ഷ മന്ത്രാലയം ബഹുമുഖമായിട്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാര്യങ്ങൾ പണം മുടക്കിയിട്ടുള്ള 84 സ്കൂളുകൾക്ക് ഇത്തരത്തിലുള്ള സെമിനാർ ഹാളുകൾ, ലാബുകൾ എല്ലാം നിർമ്മിച്ച് നൽകാൻ, സ്കൂൾ കെട്ടിടങ്ങൾ ഒക്കെ തന്നെ നിർമ്മിച്ച് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 15ഓളം ചെറുകിട ശുദ്ധജല വിതരണ പദ്ധതികൾ ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പൂർത്തീകരിച്ചു. 19 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം 1822 കോടി രൂപയാണ് നമ്മളിപ്പോൾ ചെലവഴിച്ചിട്ട്. ഇനി 27 പദ്ധതികൾ കൂടി കേരളത്തിൽ നമുക്ക് പൂർത്തീകരിക്കാനാണ്. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KK രമ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിത പതേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സജീവ് കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP പ്രജിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു M, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു പ്രേമൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി NK ഹരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.